പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അഴിമതി ആരോപിച്ചതിനെ തുടർന്ന് CPM-ന്റെ മുൻ ജില്ലാ കമ്മിറ്റി അംഗം പി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം അദ്ദേഹത്തിനെ അനുകൂലിച്ചുകൊണ്ട് കുഞ്ഞികൃഷ്ണൻ്റെ വീടിന് മുമ്പിൽ പ്രകടനം നടത്തിയതിന് കുഞ്ഞികൃഷ്ണൻ അനുകൂലികളായ ചില ആളുകൾക്ക് നേരെ പലതരത്തിലുള്ള ആക്രമണങ്ങളുണ്ടായിരുന്നു. അതിൽ ഒരാളുടെ ബൈക്ക്, അദ്ദേഹത്തിൻ്റെ വെള്ളൂരിൽ നിന്നുള്ള ബൈക്ക് പുറത്ത് എത്തിച്ചു കത്തിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പി പ്രസന്നൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ബൈക്കായിരുന്നു സാമൂഹ്യ വിരുദ്ധർ ഒരു ദിവസം രാത്രി വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി പിന്നീട് വയലിലിട്ട് കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ പ്രസന്നന് ജാഗ്രത പയ്യന്നൂർ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ 10 രൂപ ചലഞ്ചിൽ കൂടി ഒരു പുതിയ സ്കൂട്ടർ വാങ്ങി നൽകിയിരിക്കുകയാണ്. പ്രസന്ന ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. എന്ത് തോന്നുന്നു ഇപ്പോൾ? വളരെ സന്തോഷം തോന്നുന്നു ഇങ്ങനൊരു ഇത് ചെയ്യാൻ പറ്റിയത്, ഇതിൽ ഭാഗമാകാൻ പറ്റിയത്. ഈ കുഞ്ഞികൃഷ്ണേട്ടൻ്റെ കൂടെ ഇങ്ങനെ അനുകൂലിച്ച് പ്രകടനം നടത്തുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഭവിഷ്യത്തുകൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? അല്ല, എന്തായാലും ഇങ്ങനൊരു ഭവിഷ്യത്ത് ഇത്തരത്തിലാണെന്ന് അറിയില്ല, പക്ഷെ എന്തായാലും ഭവിഷ്യത്തുകൾ എന്തായാലും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. നമ്മളെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും അറിയായിരുന്നു എന്താ ഒരു ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ പാർട്ടി ഗ്രാമത്തിൽ വെള്ളൂർ പാർട്ടി ഗ്രാമത്തിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ എന്തായാലും ചെയ്യും എന്നുള്ളതൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അതിങ്ങനെ ആയി തീരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ അതിനെതിരെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ജനങ്ങൾ ഇങ്ങനൊരു കൂട്ടായ്മ സംഘടിപ്പിച്ച് ഇങ്ങനൊരു ബൈക്ക് വാങ്ങിത്തരുന്നത് അത് അവർക്കുള്ളൊരു മറുപടി കൂടിയാണിത്. നേരത്തെ ബൈക്കായിരുന്നു അല്ലേ? അതെ, പൾസർ ബൈക്കായിരുന്നു എൻ്റെ കത്തിച്ചത്. താങ്കൾക്ക് ബൈക്ക് എന്ന് പറയുന്നത് താങ്കളുടെ ജീവനോപാധി കൂടിയാണ്. അതെ, ഞാൻ ജോലിക്ക് പോയിരുന്നത് അത് തന്നെയാണ്, എൻ്റെ ഒരു മൊബിലിറ്റി അത് തന്നെയാണ്. അതില്ലാതായി ഇപ്പോൾ 3 മാസത്തോളമായി. അങ്ങനെയുള്ളൊരു സമയത്താണ് ഈ ജാഗ്രത പയ്യന്നൂർ എന്നുള്ളൊരു സംഘടന ജനങ്ങളിലൂടെ പൈസ പിരിച്ചിട്ട് ഇങ്ങനെ ഒരു ബൈക്ക് വാങ്ങി തന്നത്. വളരെ ചെറിയ തുക ഓരോ വ്യക്തികളും സമാഹരിച്ചിട്ടാണ് തന്നത്. അപ്പോൾ താങ്കളുടെ കൂടെ ഒരുപാട് ആളുകളുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്കെതിരാണ് നാട്ടുകാർ എന്ന് തോന്നുന്നുണ്ടോ? അതെ, തീർച്ചയായിട്ടും. അത് ഇങ്ങനെയുള്ള അക്രമങ്ങളെ എതിർക്കപ്പെടണം എന്നുള്ള ഒരു ബോധം ജനങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ തെളിവ്, ഏറ്റവും വലിയ തെളിവ്. നമ്മളിനി എന്ത് പ്രത്യയശാസ്ത്രം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു തെളിവ് ഇത് തന്നെയാണ്. ജനങ്ങൾ ഇത്രയും ഒരു കൂട്ടം കൂടി നിന്നിട്ട് ഇങ്ങനെ ഒരു പൈസ കളക്ട് ചെയ്ത് ഈ ഒരു വണ്ടി വാങ്ങിക്കാൻ വേണ്ടി തയ്യാറായി എന്നുള്ളത് അതിൻ്റെ ഒരു പ്രതിഷേധത്തിൻ്റെ കൂടെ സ്വരം തന്നെയാണ്. നീയും കുഞ്ഞികൃഷ്ണൻ്റെ കൂടെ തന്നെ ആയിരിക്കും അല്ലേ? തീർച്ചയായും, ഞങ്ങൾ സത്യത്തിൻ്റെ കൂടെയാണല്ലോ, അങ്ങനെ തന്നെ നിൽക്കാൻ പറ്റുള്ളൂ. അത് തന്നെയാണ്. അദ്ദേഹം ഒരു മെഡിക്കൽ റപ്പായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബൈക്കായിരുന്നു വീടിൽ നിന്ന് പുറത്തേക്ക് തള്ളിക്കൊണ്ടുപോയി കത്തിച്ചത്. ഇപ്പോൾ എന്തായാലും ജാഗ്രതാ സമിതി എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ഒരാളിൽ നിന്ന് 10 രൂപ ചലഞ്ച് എന്ന രീതിയിൽ സമാഹരിച്ചിട്ടാണ് ഇപ്പോൾ ഒരു സ്കൂട്ടർ വാങ്ങി നൽകിയിട്ടുള്ളത്. ഇനിയും സത്യത്തിൻ്റെ കൂടെ തന്നെ അദ്ദേഹം സഞ്ചരിക്കുമെന്നാണ് പറയുന്നത്. രജീഷ് കരിവള്ളൂരിനൊപ്പം ഗൂഗിൾ വേണുഗോപാൽ, 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.